എവരിവൺ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം 2026 എല്ലാവർക്കും അടിപൊളി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ടെൻഷനുള്ള സമയമായിരിക്കും അല്ലേ? എന്താണ്, എക്സാം ടൈമാണ്. എക്സാം പ്രിപ്പറേഷൻ്റെ ടൈമിലായിരിക്കും നിങ്ങൾ എല്ലാവരും. നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സെക്കൻഡ് ചാപ്റ്ററിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇത് ആരുടെ പ്രിൻസിപ്പിൾസ് ആണ്? ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. 14 പ്രിൻസിപ്പിൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ ടൈലറിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു. ടൈലറിന്റെ പ്രിൻസിപ്പിൾസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്നിക്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. എന്നാൽ ഹെൻറി ഫയോളിന്റെ ഈ 14 പ്രിൻസിപ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോർഷനാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ കോർ പാർട്ട് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. അപ്പോൾ 14 എണ്ണമാണ് പഠിക്കാനുള്ളത്. വളരെ ചില്ലറ കാര്യമല്ല അല്ലേ? അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലേ? ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ അവിടെ ഒരുപാട് വർക്കുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഒരുപാട് വർക്കുകൾ ഉണ്ടായിരിക്കും. ഈ വർക്കുകളൊക്കെ എല്ലാവരും കൂടി ചെയ്യാതെ ഈ വർക്കുകളെ കുഞ്ഞു ടാസ്കുകളാക്കി, ജോബുകളാക്കി മാറ്റി ഈ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ അസൈൻ ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, വലിയൊരു വർക്കിനെ കുഞ്ഞു ടാസ്കുകളാക്കി മാറ്റിയിട്ട് കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യാണ്? ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്യാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ മതി? അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഒരു ജോലി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വർക്കിൽ നമ്മൾ ഭയങ്കര എക്സ്പേർട്സ് ആയിട്ട് മാറും അല്ലേ? അവിടെ സ്പെഷ്യലൈസേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വർക്കുകളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു വർക്ക് വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്സ് ആയിട്ട് മാറി നമ്മൾ ആ വർക്ക് ചെയ്യാൻ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ആ വർക്ക് ചെയ്തു തീർക്കും അല്ലേ? അപ്പോൾ അവിടെ ടൈമും എഫേർട്ടും അതുപോലെ തന്നെ എന്താണ്, കോസ്റ്റും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ആ വർക്കിൽ വളരെ എക്സ്പേർട്സ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് കാണാൻ പറ്റും. ചില ടെക്സ്റ്റിൽ പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് കാണാൻ പറ്റും. രണ്ടും ശരിയാണ് കേട്ടോ. ഓക്കെ, രണ്ടും കാണുമ്പോൾ രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സുപ്പീരിയേഴ്സും ഉണ്ട്, സബോർഡിനേറ്റ്സും ഉണ്ട് അല്ലേ? സുപ്പീരിയേഴ്സ് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ്സിന് എന്ത് കൊടുക്കുകയാണ്? ഓർഡേഴ്സ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഈ സുപ്പീരിയേഴ്സിന്റെ ഓർഡേഴ്സ് കൊടുക്കാനുള്ള പവറിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതോറിറ്റി എന്ന് പറയാൻ പറ്റും. ക്ലിയർ? അപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട്? ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഓർഡേഴ്സ്, ആ പണി ചെയ്ത് തീർക്കാനുള്ള ഒബ്ലിഗേഷൻ ആർക്കുണ്ട്? നമ്മുടെ എംപ്ലോയീസിനുണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ ഒരു ഒബ്ലിഗേഷൻ, ആ ഓർഡേഴ്സ് കിട്ടി ജോലി ചെയ്ത് തീർക്കാനുള്ള ഒബ്ലിഗേഷനെ നമുക്ക് എന്ത് പറയാം? റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അതോറിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതോറിറ്റി ഫുൾഫിൽ ആവണമെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി വേണം. റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ആവണമെങ്കിൽ അതോറിറ്റി വേണം. അതാണ് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു സുപ്പീരിയർ, അയാൾക്ക് എന്തുണ്ട്? ഓർഡേഴ്സ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അയാൾ ഓർഡേഴ്സ് ഒന്നും കൊടുക്കാൻ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെയാ. ഓർഡേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ പണിയെടുത്തോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ഒരു അതോറിറ്റി കൊണ്ട് അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതോറിറ്റി ചെയ്ത് തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? സുപ്പീരിയേഴ്സിനുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന് എന്ത് കിട്ടി? ഓർഡേഴ്സ് കിട്ടി. ജോലി ചെയ്ത് തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി കൂടി അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവിടെ എന്താണ്, ഒരു ക്രിസ്മസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് തീരുമാനിക്കുകയാണ്. അപ്പം മാനേജ്മെന്റ് നമ്മുടെ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുക്കുക? ഈ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ട് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ ഫണ്ട് നമ്മുടെ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം ആരോടും എന്ത് ചെയ്യുന്നില്ല? റിവീൽ ചെയ്യുന്നില്ല. ഈ ഒരു ഫണ്ട് കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? നമ്മുടെ എന്ന് പറയുന്ന എംപ്ലോയിക്കുണ്ട്. ഈ ഒരു എന്ന് പറയുന്ന ആൾക്കാണ്
പൈസ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം റിവീൽ ചെയ്യുന്നില്ല. ആ ഒരു അതോറിറ്റി ആർക്ക് കൊടുക്കുന്നില്ല? എക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി അവിടെ ഫുൾഫിൽ ആവോ? ആരെങ്കിലും എ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കോ? ഇല്ല. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ആ ഒരു അതോറിറ്റി കൂടി ആർക്ക് ആവശ്യമാണ്? നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമാണ്. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലൊരു ബാലൻസ് വേണം. ഓക്കെ, പാരിറ്റി ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മുടെ ഫയോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബീഡിയൻസ്, അതായത് അനുസരിക്കാനുള്ള ആ ഒരു ഒബീഡിയൻസിന് നമുക്ക് എന്ത് പറയാം? ഡിസിപ്ലിൻ എന്ന് പറയാം. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്താണോ ഫോളോ ചെയ്യാൻ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ, അത് എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് ഫങ്ഷനിങ്, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് സുപ്പീരിയേഴ്സും അതുപോലെ കൂടുതൽ എന്തുണ്ടായിരിക്കും? സബോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും അല്ലേ? അപ്പം എംപ്ലോയീസ് ഉണ്ടായിരിക്കും, എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനുള്ള മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എംപ്ലോയിക്ക് അറ്റ് എ ടൈം ഒരൊറ്റ ബോസ് മതി എന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ഒരുപാട് ബോസുമാര് കമാൻഡ് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ആവും, ഒരു സ്ട്രെസ് അല്ലെ, ജോലി ഭാരം, വർക്ക് ലോഡ് കൂടും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫയോള് പറഞ്ഞിട്ടുള്ളത് അറ്റ് എ ടൈം ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് മതി. ഓക്കെ, അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ്, ഒരുപാട് ഡിവിഷൻസ്, ഒരുപാട് എംപ്ലോയീസ് ഇവരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ വേണം എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനി, അവിടെ ബൈക്ക് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കാർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈക്ക് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഫങ്ഷൻസ് അല്ല ഈ ഒരു കാർ മാനുഫാക്ചറിങ് ഡിവിഷനിൽ വേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ ബൈക്ക് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ട്, നല്ല ബൈക്കുകൾ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ എന്ത് വേണം? ഒരു ഹെഡും വേണം, ഒരു പ്ലാനും വേണം. ഓക്കെ, കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഹെഡും ഒരു പ്ലാനും വേണം എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ടു ജനറൽ ഇൻട്രസ്റ്റ്. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസിനൊക്കെ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും, താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? പക്ഷെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ എന്താണ്? ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവിന് അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾക്കായിരിക്കണം എന്നതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഫയോൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. എത്രയൊക്കെ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു എംപ്ലോയിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ് അല്ലെ? അപ്പൊ ആ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വളരെ ഇക്വിറ്റബിൾ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം എന്നതാണ് പറയുന്നത്. ഇപ്പൊ ഒരു എംപ്ലോയി വരുന്നു, എംപ്ലോയിക്ക് 5 ലക്ഷം വേണം, അപ്പൊ ആ 5 ലക്ഷം കൊടുക്കണം എന്നല്ല. ഇപ്പം എംപ്ലോയറുടെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോഴും എംപ്ലോയീസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോഴും വളരെ ഫെയർ ആയിട്ടുള്ള, വളരെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, അവർ എന്താണ് ചെയ്യുന്ന ജോലിക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ അവർക്ക് കിട്ടണം. നെക്സ്റ്റ് വൺ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ അതോറിറ്റി കുറച്ച് കൈകളിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ, ബിസിനസ് ഓർഗനൈസേഷനിൽ തീരുമാനമെടുക്കാനുള്ള ഒരു പവർ എന്ന് പറയുന്നത് കുറച്ച് കൈകളിൽ മാത്രം അല്ലെങ്കിൽ ഒരു സുപ്പീരിയേഴ്സിന്റെ കൈകളിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സെൻട്രലൈസേഷൻ എന്ന് പറയാം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചുകൂടി ഇറങ്ങി ആൾക്കാരുടെ എംപ്ലോയീസിന്റെ ഇടയിലേക്ക് വരുന്ന ഒരു എന്താണ്? ഭരണമാണ്. അതായത് നമ്മളെ ബിസിനസ് ഓർഗനൈസേഷനിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയീസിന്റെ അഭിപ്രായം കൂടി ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? ഒരു ഡീസെൻട്രലൈസ്ഡ് ഫോമാറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനും ഫുള്ളി സെൻട്രലൈസ്ഡോ ആയിരിക്കില്ല, ഫുള്ളി ഡീസെൻട്രലൈസ്ഡോ ആവരുത് എന്നതാണ് പറയുന്നത്. അതായത് ഫുള്ളി സെൻട്രലൈസ്ഡ് ആവുമ്പോഴുള്ള പ്രശ്നം എന്താ? അപ്പം തീരുമാനം എടുക്കാനുള്ള മൊത്തം അധികാരം ആർക്ക് മാത്രമാണ്? നമ്മുടെ സുപ്പീരിയേഴ്സിന് മാത്രമാണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ? ഞങ്ങൾക്ക് ഇതിൽ ഒരു റോളും ഇല്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു പങ്കും ഇല്ല എന്നുള്ളൊരു ഇത് വരും. പക്ഷേ എന്താ, ഒരു ഡീസെൻട്രലൈസ്ഡ് ഫോമാറ്റിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും തീരുമാനം എടുക്കാനുള്ള പവർ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കൺട്രോളിങ് വരില്ല. അപ്പോൾ ഫുള്ളി ഡീസെൻട്രലൈസ്ഡും ആയിരിക്കില്ല, ഫുള്ളി സെൻട്രലൈസ്ഡും ആയിരിക്കില്ല ഒരു ബിസിനസ് ഓർഗനൈസേഷനും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? സ്കെലാർ ചെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.
നമ്മുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സുപ്പീരിയേഴ്സിനെയും സബോർഡിനേറ്റ്സിനെയും ഒക്കെ അവരുടെ പവറിനനുസരിച്ച്, അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ജോബ് പൊസിഷൻസിനനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിക്കാണ്, റാങ്ക് ചെയ്തിരിക്കുന്ന രീതിക്കാണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇതാണ് സ്കെലാർ ചെയിൻ. അപ്പൊ ഏറ്റവും അൾട്ടിമേറ്റ് ബോസ് എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അപ്പൊ അയാളാണ് ഏറ്റവും വലിയ റാങ്കിൽ ഇരിക്കുന്ന ആള്, അൾട്ടിമേറ്റ് ബോസ് എന്ന് നമുക്ക് പറയാം. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും റാങ്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ജോബ് പൊസിഷൻ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കെലാർ ചെയിനിൽ നമ്മുടെ എ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ബോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ ആർക്കില്ല? ബിക്കോ എല്ലിനോ ഒന്നുമില്ല. ഇപ്പം ഈ എഫ് എന്ന് പറയുന്ന എംപ്ലോയിക്ക് അയാളുടെ സെയിം പൊസിഷനിലുള്ള പി എന്ന് പറയുന്ന എംപ്ലോയി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ യാതൊരു വിധത്തിലുള്ള പവർ ഇല്ല. ഇപ്പം എഫ് എന്ന് പറയുന്ന ആൾക്ക് പി എന്ന് പറയുന്ന ആളോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇയോട് ചെയ്ത്, പിന്നെ ഡിയോട് ചെയ്ത്, സിയോട് ചെയ്ത്, അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. പക്ഷെ എല്ലാ എമർജൻസി സിറ്റുവേഷനിലും ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിന്ന് കഴിഞ്ഞാൽ സാധിക്കുമോ? ഇല്ല. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഗ്യാങ് പ്ലാങ്ക് എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്കെലാർ ചെയിൻ ചോദിക്കുമ്പോൾ ഗ്യാങ് പ്ലാങ്ക് കൂടി നിങ്ങൾ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഡയഗ്രാം എഴുതിയിട്ട് വേണം ഈ ഒരു സ്കെലാർ ചെയിൻ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ഓർഡർ. എന്താണ് ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ആയിക്കോട്ടെ, ഫിസിക്കൽ റിസോഴ്സസ് ആയിക്കോട്ടെ, ഇതെല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് വെക്കണം എന്നതാണ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും ഒരു ഓർഡർ വേണം, അല്ലേ? ഇപ്പം നമുക്കിപ്പം ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മാനേജേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെ? അയാൾക്കൊരു ക്യാബിൻ ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയീസിനും അവർക്ക് ഇരിക്കാനായിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ റിസോഴ്സസും കറക്റ്റായിട്ടായിരിക്കും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതിനെയാണ് ഓർഡർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇക്വിറ്റി ആണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ ഒരേ രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അവിടെ നെപ്പോട്ടിസം, ഫേവറിറ്റിസം ഇതൊന്നും ഉണ്ടായിരിക്കരുത്. കാസ്റ്റിന്റെ പേരിലോ റിലീജിയന്റെ പേരിലോ മറ്റെന്തോ ആയിക്കോട്ടെ, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. നമുക്കറിയാം, ഒരു എംപ്ലോയിനെ നമ്മളൊരു പൊസിഷനിലേക്ക് ഹയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളെ എല്ലാ രീതിയിലും സ്ക്രീൻ ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നത്, അല്ലേ? ആദ്യം തന്നെ നമ്മൾ CV നോക്കും, പിന്നെ അയാളുടെ വർക്ക് എക്സ്പീരിയൻസ് നോക്കും, പിന്നെ അയാളുടെ ഒരു ഇന്റർവ്യൂ നടത്തും, ട്രെയിനിങ് കൊടുക്കും. ഇതൊക്കെ ചെയ്തിട്ടാണ് ഒരാളെ പ്ലേസ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ആ ഒരു പ്ലേസ് ചെയ്തിട്ടുള്ള എംപ്ലോയി ആ ഒരു ജോബ് അറ്റ്മോസ്ഫിയറിൽ പുതിയ ആളാണ്. അപ്പം അവിടെയൊക്കെ പഠിച്ചു വരാൻ അയാൾക്ക് ടൈം വേണം, അല്ലേ? പുതിയ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളാണെന്ന് പറഞ്ഞാലും പുതിയൊരു അറ്റ്മോസ്ഫിയർ അയാൾക്ക് എപ്പോഴും പുതിയതാണ്. അപ്പം അത് ഫെമിലിയർ ആയിട്ട് വന്ന് ജോലി ചെയ്യാനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം. പെട്ടെന്നൊന്നും ടെർമിനേറ്റ് ചെയ്യരുത്. നമ്മൾ ഇത്രയും ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഒരാളെ ഹയർ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് അവിടെ ഒന്ന് കണക്ട് ആയിട്ട് വരാനുള്ള ടൈം കൊടുക്കണം. പെട്ടെന്നൊന്നും ടെർമിനേറ്റ് ചെയ്ത് കളയരുത് എന്നതാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു സ്റ്റെബിലിറ്റി ആവശ്യമാണ്, അല്ലേ? ഇപ്പം പെട്ടെന്ന് ഒരു എംപ്ലോയിനെ നമ്മൾ പ്ലേസ് ചെയ്തു, 2 മാസം കൂടാതെ അയാളെ ടെർമിനേറ്റ് ചെയ്യുന്ന കമ്പനികളൊന്നും നല്ല കമ്പനികളല്ല. എപ്പോഴും ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളൊന്നും അത്ര നല്ല കമ്പനികളല്ല എന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഇനീഷ്യേറ്റീവ്. ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്കറിയാം എംപ്ലോയീസ് ഒക്കെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ആ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാനുള്ള അവസരങ്ങൾ മാനേജ്മെന്റ് ഒരുക്കണം എന്നതാണ് ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ എംപ്ലോയീസിനെ അനുവദിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, എസ്പിരിറ്റ് ഡീകോപ്സ്. ടീം സ്പിരിറ്റ് എന്നതാണ് സ്പിരിറ്റ് ഡീകോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ഓർഗനൈസേഷനിൽ സ്വന്തം, അല്ലെ? ഐ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറ്റി വി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറണം എന്നാണ് ഫയോൾ പറയുന്നത്. ബിസിനസ് ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വളരെ കോർഡിനേഷനോട് കൂടി വർക്ക് ചെയ്യണം എന്നതാണ് എസ്പിരിറ്റ് ഡീകോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിക്കാനുള്ള കോഡുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇത് പഠിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കോഡ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.